ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ തനതായ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ, ചക്ക അട. അതിനൊപ്പം നല്ല ചൂടൻ കട്ടൻ ചായയും. മഴയുള്ള ദിവസങ്ങളിലായാലും വൈകുന്നേര ചായ സമയത്തായാലും ഈ കോമ്പിനേഷൻ ഒരു പ്രത്യേക അനുഭവമാണ് അല്ലേ. വീഡിയോ മുഴുവനായും കണ്ടാൽ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഞാൻ പങ്കുവെക്കുന്നുണ്ട്, അതുകൊണ്ട് അവസാനം വരെ കണ്ടിരിക്കണേ. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലേ. പല വീടുകളിലും ചക്ക ധാരാളം കിട്ടും. ചക്ക ഉപയോഗിച്ച് പല വിഭവങ്ങളും ഉണ്ടാക്കാറുമുണ്ട്. ചക്ക വരട്ടി, ചക്കപ്പുഴുക്ക്, ചക്കപ്പായസം, ചക്കപ്പേരി തുടങ്ങിയ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ. പക്ഷെ ചക്ക അടയ്ക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. വാഴയിലയുടെ മണവും ചക്കയുടെ മധുരവും തേങ്ങയുടെ സ്വാദും എല്ലാം ചേർന്ന് വളരെ രുചികരമായ ഒരു പലഹാരമായി ഇത് മാറുന്നു. ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പം മുതൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണിത്. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന വൈകുന്നേരങ്ങളിൽ ചൂടൻ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തെന്ന് വെച്ചാൽ, പഴുത്ത ചക്ക, അതൊരു പൊടി, തേങ്ങ ചിരകിയത്, ശർക്കര, ഏലക്കാപ്പൊടി, പിന്നെ ഒരു ഉപ്പ്, പിന്നെ വാഴയില, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ വാഴയില ഇല്ല, അതുകൊണ്ട് ഞാൻ പൊടുവണ്ണിൻ്റെ ഇലയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചക്ക ഓൾറെഡി വരട്ടി വെച്ച ചക്കയാണ് കേട്ടോ. ചക്കയും അതേപോലെ ശർക്കര ഉരുക്കിയിട്ട് അതും അതിൻ്റെ പാനിയും കൂടെ ചേർത്തിട്ട്, പിന്നെ ഒരു 2-3 ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വരട്ടിയെടുത്തതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇത് കാണിക്കുന്നില്ല. പിന്നെ അതേപോലെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന സാധനങ്ങളുമാണ്. അതേപോലെ ചക്ക നന്നായി പഴുത്തതാണെങ്കിൽ കൂടുതൽ രുചി കിട്ടും. ശർക്കരയുടെ അളവ് ചക്കയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ശർക്കരയും ചക്കയും പാടെ കൂട്ടി ഞാൻ പറഞ്ഞല്ലോ വരട്ടി വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുകൊണ്ടാണിത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാണിച്ചു തരാത്തത്. അല്ലെങ്കിൽ ചക്ക ചെറുതായി അരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ശർക്കര, അത് ചക്കയുടെ പറഞ്ഞല്ലോ മധുരത്തിനനുസരിച്ചാണ്. മധുരം കുറവാണെങ്കിൽ നമുക്ക് ശർക്കരൻ്റെ അളവ് കൂട്ടാം. ഇല്ലെങ്കിൽ ചക്ക നന്നായി പഴുത്ത് മധുരമുള്ളതാണെങ്കിൽ അത്രയും ശർക്കര വേണ്ട. എന്തായാലും ശർക്കര എടുത്തിട്ട് അതും നന്നായിട്ട് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഇതിലോട്ട് ചക്ക അരച്ചെടുത്തതിലോട്ട് അരിച്ചിട്ട് ഒഴിക്കുക. ശർക്കരപ്പാനി അരിച്ച് ഒഴിക്കുക. എന്നിട്ട് 2-3 ഏലക്കായും കൂടെ ഒന്ന് കുത്തിയിടുക, അല്ലെങ്കിൽ ചതച്ചിടുക, അല്ലെങ്കിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. അല്ലെങ്കിൽ അതിലേക്ക് നേരെ പൊടിയും അരിപ്പൊടിയും തേങ്ങയൊക്കെ ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചക്ക വരട്ടി വെച്ചതായിരുന്നു കേട്ടോ. ഏതായാലും ഇതിലോട്ട് തേങ്ങ ചിരകിയതും അതേപോലെ അരിപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക, കുഴച്ചെടുക്കുക. നന്നായി കലർത്തി മാവ് തയ്യാറാക്കിയെടുക്കുക. മാവ് വളരെ കട്ടിയാവുകയോ അതേപോലെ അയവാവുകയോ ചെയ്യരുത്. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ, കനം കുറഞ്ഞ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുത്താൽ നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. വാഴയിലയിലാണ് തയ്യാറാക്കുന്നതുണ്ടെങ്കിൽ വാഴയില ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തീയുടെ മുകളിൽ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ വാഴയില അടക്കുമ്പോൾ പൊട്ടിപ്പോകില്ല. ഞാനിപ്പോൾ പൊടുവണ്ണിൻ്റെ ഇലയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ടിലാണ് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അപ്പം വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നല്ല മണം കിട്ടും നമുക്ക്. ഈ ചക്ക അപ്പത്തിൻ്റെ ആ വേവുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും. ഇതിനിടയിൽ ഞാൻ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഈ അപ്പം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചക്ക അട തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇല തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള അട ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചക്കടയും കട്ടൻ ചായയും ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന നാടൻ രുചി എന്ന് പറഞ്ഞാൽ വേറെ തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേര പലഹാരം തയ്യാറായി കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.
ഇതുപോലുള്ള കൂടുതൽ നാടൻ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്